കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 രാജാക്കന്മാർ പുസ്തകം 19 അധ്യായം അതിന്റെ 22 വാക്യം. ലേവിയ, നീ ആരെയാകുന്നു ദുഷിച്ച് നീ ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ആർക്കു വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധത്തിന് വിരോധമായിട്ട് തന്നെയല്ലയോ? ഈ വാക്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വചനമാണ്. ലേവിയ പല ദൈവദാസന്മാരും ഇതിനെക്കുറിച്ച് സംസാരിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണ്. എങ്കിലും നമ്മൾ ഇന്ന് പകൽ ആ വചനത്തെ സൂക്ഷിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ യഹോവ ആരാണ് ഒരു ചോദ്യം. പുതിയ നിയമത്തിലും കർത്താവായ യേശുക്രിസ്തു ആരാണ് ഒരു ചോദ്യം. അന്നും ഇന്നും ഒരുപോലെ ഈശ്വരം. മനുഷ്യന്റെ മനസ്സിന് ഒരിക്കലും ഒരു മാറ്റം വരുന്നില്ല. നാളുകൾ കഴിയുന്തോറും മനുഷ്യന്റെ മനസ്സ് കുരുടായിക്കൊണ്ടിരിക്കുക. ആത്മീയമായി വളരേണ്ട മനുഷ്യൻ അനാത്മികനായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ അറിയാതെ പോകുന്നു. ലോകത്തിന്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ യേശുവിനെ നമുക്കറിയാതെ പോകും. അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ അശൂർ രാജാവാണ് ഈ ചോദ്യം. അശൂർ രാജാവ് എന്ന് പറയുന്ന വ്യക്തി രാജകീയ പദവിയിലേക്ക് വന്നതുകൊണ്ട് പുള്ളിയുടെ ചിന്താഗതി ഒരുപക്ഷെ പുള്ളിയാ ദൈവം എന്നുള്ളതാണ്. അതുകൊണ്ട് പുള്ളി രാജാവായതുകൊണ്ട് പുള്ളി കൽപ്പിക്കുന്നത് പോലെയൊക്കെ എല്ലാം നടക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവത്തിനെതിരെ അദ്ദേഹം തല ഉയർത്തുക. അല്ലേലിയ. അപ്പൊ അശൂർ സൈന്യ തലവനായ റബ്ശാക്ക ഇസ്രായേലിന് വിരോധമായി വലിയ സൈനികമായി വന്നപ്പോൾ ദൈവത്തിന് എതിരായി വെല്ലുവിളിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അശൂർ സൈന്യത്തിന് തലവനായ റബ്ശാക്കെ ഇസ്രായേലിന് വിരോധമായി വലിയ സൈന്യവുമായി വന്നപ്പോൾ ദൈവത്തിന് എതിരായി വെല്ലുവിളിച്ചു. യഹോവ യെരൂശലേമിനെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അല്ലേലിയ. ഒരു വെല്ലുവിളിയാണ്. അപ്പം 2 രാജാക്കന്മാർ പുസ്തകം 19 അധ്യായം അതിന്റെ 36 വാക്യം കൂടെ വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ അപ്പം ഒന്ന് വായിക്കാം. അല്ലേലിയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അശൂർ രാജാവായ സൻഹേരിബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. അല്ലേലിയ എന്നവിടെ നമുക്കവിടെ കാണാൻ കഴിയും. അല്ലേലിയ. ഈ സന്ദർഭങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്തോത്രം, ഈ രാജകീയ പദവി മനുഷ്യർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്നുപോകും. ഈശോ. അപ്പം വെല്ലുവിളിയോട് കൂടിയ അവന്റെ ചോദ്യം ഇസ്രായേലിന്റെ രാജാവായ ഹിസ്കിയാവ് കേട്ടപ്പോൾ ഹിസ്കിയാവിന്റെ ഹൃദയത്തിൽ, ദൈവജനങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്ത മുറുകികളഞ്ഞു. ഭയപ്പെട്ടുപോയി. കാരണം അശൂർ സൈന്യത്തിന്റെ നേതാവ് റബ്ശാക്കെ അവൻ വലിയ സൈന്യമായിട്ട് വന്ന് ഇസ്രായേലിന്റെ ദൈവത്തെ വെല്ലുവിളിച്ചപ്പോൾ അല്ലേലിയ ഇസ്രായേൽ രാജാവായ ഹിസ്കിയാവിന് ഭയം വന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ വെല്ലുവിളി എത്ര ഭയങ്കരമായിരുന്നു. അല്ലേലിയ. ദൈവജനം പോലും പതറിപ്പോയി. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രശ്നത അശൂർ രാജാവിനെ പോലെ, അവരുടെ സൈന്യത്തലവനായിരിക്കുന്ന റബ്ശാക്കെ പോലെ ചില വ്യക്തികൾ ഈ കാലഘട്ടത്തിലുണ്ട്. യഹോവയായി ദൈവത്തെ അറിയാതിരുന്ന അശൂർ രാജാവും റബ്ശാക്കിയും എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമത്തിലും പുതിയ നിയമസഭയിലും ഈ പുതിയ നിയമ ഇസ്രായേലിലും ഈ പുതിയ കാലഘട്ടത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാത്ത അനവധി ആളുകളാണ് മാറി നിന്ന് ഈ കാണുന്ന ഭൂമണ്ഡലത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ വെല്ലുവിളിക്കുന്നത്. കാരണം ഇവിടുത്തെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന സകല ജനത്തിന്റെയും ദൈവമാണ് യേശു. അല്ലേ? യേശു ദൈവമല്ലെന്ന് പ്രസ്താവിക്കാൻ, യേശു ദൈവമല്ലെന്ന് വരുത്തി തീർക്കാൻ ഈ ഉലകത്തിൽ ഒരു വ്യക്തിയും കഴിയത്തില്ല. നിരീശ്വരവാദികൾ എത്ര ശക്തമായി നിരീശ്വരത്വം കൊണ്ടുവന്നാലും, ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാർ എഴുന്നേറ്റ് വന്നാലും, എന്തെല്ലാം സംവാദങ്ങൾ കൊണ്ടുവന്നാലും, അല്ലേലിയ, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് യേശുക്രിസ്തു മാത്രമാണ്. ദൈവം യേശു മാത്രം, അല്ലാതെ ഒരു ദൈവമില്ല. സ്നേഹിത, അശൂർ രാജാവും അവന്റെ സൈന്യത്തലവനായ റബ്ശാക്കെയും എത്ര വലിയ കഠിന ഹൃദയമായി പോയാലും, അല്ലേലിയ,
അതിന്റെ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ദൈവസഭയിൽ പറയുന്നു, ആമീൻ, പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവനും അല്ലെങ്കിൽ ക്രൈസ്തവ ജനത്തിന് നേരെ അനവധി അശൂർ സൈന്യങ്ങൾ, ആമീൻ ശക്തികൾ തലപൊക്കിയേക്കാം. അത് കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നീ ഉറച്ചു നിൽക്കണം. നീ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ, വീണ്ടെടുപ്പിന്റെ അനുഭവങ്ങളാണെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പൊ അശൂർ രാജാവ് ഓരോരോ ദേശങ്ങളെ കീഴ്പ്പെടുത്തി വിജയിച്ചുകൊണ്ട് വന്നിരുന്നതിനാൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾ അവനെ വളരെ ഭയപ്പെട്ടു. ഓർത്തേക്ക്, അശൂർ സൈന്യം അല്ലെങ്കിൽ അശൂർ രാജാവ് ഓരോ സ്ഥലങ്ങളിലും കടന്നാക്രമണം നടത്തി ആ ദേശത്തെല്ലാം പിടിച്ചാക്കി മുമ്പോട്ട് പോരുമ്പോൾ അത് കേട്ടപ്പോൾ ഇസ്രായേൽ ജനത്തിന് വളരെ ഭയമായി. അവർ യെശയ്യാ പ്രവാചകന്റെ അരികിൽ വന്ന് അല്ലെങ്കിൽ ഹിസ്കിയാ രാജാവ് ഇപ്രകാരം പറഞ്ഞു, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസം അത്രേ. ഹല്ലേലൂയ. എന്താ ഹിസ്കിയാവിന്റെ അരികിൽ വന്നിട്ട് ഹിസ്കിയാവ് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ഈ സ്തോത്രം പറയുന്നത്, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസം. അതായത് കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. കുഞ്ഞുങ്ങൾ പ്രസവിക്കാറായിരിക്കും, ശക്തിയില്ലെന്നാണ്. അത്രമാത്രം ആ അശൂർ രാജാവിനെ ഭയപ്പെടുന്നതാണ്. ഓർത്തു വയ്ക്കുക, സാഗരിയൊക്കെ ഒന്ന് ചിന്തിക്കട്ടെ. അതിന് നടുവിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. തല ഉയർന്നു നിൽക്കണം. വിശ്വാസത്തിന് വേണ്ടി, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി യേശു ദൈവമെന്ന് ഉറച്ച് പ്രഖ്യാപിക്കണം. അതിനെതിരെ ഏത് അന്ധകാര ശക്തി എഴുന്നേറ്റാലും, ഏത് അശൂർ സൈന്യം എഴുന്നേറ്റാലും നീ അത് കണ്ട് പേടിച്ചു പോകരുത്. നാം പേടിച്ച് ജീവിക്കാനും ഭീരുവനെ പോലെ ജീവിക്കുവാനല്ലേ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ക്രിസ്തുവേശി തല ഉയർത്തി നിൽക്കണം. ഒരു ദുഷ്ടശക്തി എന്നെ തൊടത്തില്ല. അപ്പം ഇവിടെ രാജാവ് പറയുന്നത്, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസം അത്ര. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ശാക്കെ അവന്റെ യജമാനായ രാജാവ് അശൂർ രാജാവ് അയച്ചു. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ വേണ്ടി അശൂർ രാജാവിന്റെ സൈന്യത്തലവനായിരിക്കുന്ന റബ്ശാക്കെ അയച്ചു. ഹല്ലേലൂയ. അയച്ചു പറയിക്കുന്ന വാക്കൊക്കെയും നിന്റെ ദൈവമായ യഹോവ കേൾക്കും. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ കേട്ട് വാക്കിന് പ്രതികാരം ചെയ്യും എന്ന് ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനെ ബലപ്പെടുത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വേദപുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ തന്റെ അടുക്കൽ അയച്ച് അവരോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസം അത്ര. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാന് ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ശാക്കെ അവന്റെ യജമാനായ അശൂർ രാജാവ് അയച്ചു. പറയിക്കുന്ന വാക്കുകയും നിന്റെ ദൈവമായ യഹോവ പക്ഷെ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ട് വാക്കിന് പ്രതികാരം ചെയ്യും. അതെ, നീ എത്ര വെല്ലുവിളിച്ചാലും, നീ എത്ര ഉന്നതനായാലും, എത്ര കൂട്ടം കൂട്ടിയാലും, അല്ലെങ്കിൽ ദൈവജനത്തിന് നീ വെല്ലുവിളിച്ചിറങ്ങിയാൽ ദൈവം നിന്നോട് പ്രതികാരം ചെയ്യും. ദൈവജനം പ്രതികാരം ചെയ്യത്തില്ല ഈ കാലഘട്ടത്തിൽ, പക്ഷെ നിന്നോട് പ്രതികാരം ചെയ്യും ദൈവമുണ്ട്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വളരെ വാർത്തയിൽ കണ്ടതാണ്. പെന്തക്കോസ്തുകാർക്കെതിരെ, പെന്തക്കോസ്ത് വിശ്വാസികൾക്കെതിരെ, പെന്തക്കോസ്ത് സമുദായത്തിനെതിരെ ഒരു വലിയ അപമാനം അല്ലെങ്കിൽ ആക്ഷേപം കൊണ്ടുവന്നത്. പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകൾ അനവധി പണങ്ങൾ കൊടുത്ത് അവരുടെ ആളുകളെ കൈവശത്താക്കി മതപരിവർത്തനം നടന്നുള്ള ദുഷിച്ച വാർത്തകൾ, വെറും ഗൂഢമായ വാർത്തകൾ, യാതൊരു സത്യവുമില്ലാത്ത വാർത്തകൾ നമ്മൾ കേട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയസഹോദരാ, പെന്തക്കോസ്ത് എന്ന് പറയുന്ന അനുഭവമാണ്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ പണമല്ല, പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ ഇവിടുത്തെ വർഗീയതയല്ല, പെന്തക്കോസ്ത് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയമല്ല, പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ മതമല്ല, പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ ആരുടെയും സ്വന്തമല്ല. പെന്തക്കോസ്ത് നാളിൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. 50-ാം ദിവസം ദൈവത്തിന്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് ശിഷ്യന്മാരെ പകർന്ന ആ ദിവസത്തെയാണ് പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞൊരു മതമല്ല കേട്ടോ.
യേശു ഈ ഭൂമിയിൽ മതത്തെ സ്ഥാപിച്ചൊരു മതത്തിന്റെ നേതാവായിരുന്നില്ല. മാനകുലം മുഴുവൻ പാപത്തിൽ വീണ് കിടന്നപ്പോൾ, പാപത്തിന് വശീകരിക്കപ്പെട്ട് കിടന്നപ്പോൾ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീരിന്റെ നദിയുടെ ജനം കടന്നുപോയപ്പോൾ, അവരെ വിടിവിക്കാൻ ഒരു രാജാക്കന്മാർക്കും ഒരു രാജ്യമാർക്കും ഒരു രാജ്യത്തിനും രാഷ്ട്രത്തിനും കഴിയാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ജനത്തിന് മോചനം നൽകി. ആ മോചനം നൽകിയ അനുഭവമാണ് പെന്തക്കോസ്തുകാർ വിളിച്ചു പറയുന്നത് പെന്തക്കോസ്ത് അനുഭവം കേട്ടോ. അല്ല, പണം കൊടുത്ത് ആരെയും പെന്തക്കോസ്തിലേക്ക് ചേർക്കാറില്ല. അങ്ങനെ പണം കൊടുത്ത് ചേർക്കാനായിരുന്നെങ്കിൽ, ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞു, അങ്ങനെ പണം കൊടുത്ത് ചേർക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വെച്ചേനെ. ഞങ്ങളാരും സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കും. ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞ് ഞാൻ 18 വർഷമായി ഈ വീട്ടിൽ താമസിക്കുന്ന വീട്. ഞങ്ങളങ്ങനെ പൈസ കൊടുത്ത് മതം മാറ്റി നടത്തുകയായിരുന്നെങ്കിൽ ആ പൈസ ഞാൻ വീട് വെച്ചേനെ. പിന്നെ ഇത്രയും ദുഷിച്ച വാക്കുകൾ പറയുന്ന വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നത്, ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിവസം നിന്റെ മേൽ വരാൻ സമയമായി. ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിൽ ദൈവം ന്യായം വിധിക്കുമ്പോൾ അതിനെതിരെ ചെറുത്തു നിൽപ്പാൻ ഈ ഭൂമിയിലെ ഒരു അശ്ശൂർ രാജാവിനോ അശ്ശൂർ രാജാവിന്റെ സൈന്യത്തലവൻ റബ്ശാക്കിയോ നിന്നോടൊപ്പം കാണത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി നീ കണ്ണാലെ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം അത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന സൻഹേരീബിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഹിസ്കിയാവ് ഭയന്നു പോയി സഹായം അവൻ യെശയ്യാവിനെ സമീപിച്ചു. ആശ്വാസകരമായ വാക്കുകളാണ് യെശയ്യാവിൽ നിന്നും ഹിസ്കിയാവ് കേട്ടത്. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കിയാവും സാഹചര്യം വളരെ ഭയപ്പെട്ടപ്പോൾ യെശയ്യാവിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവിനെ പറഞ്ഞ് വളരെ ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ. അതേ സ്നേഹിത, ഈ കാലഘട്ടത്തിലൂടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ കണ്ടുകൊണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ ദൈവം കേട്ടിട്ട് നിനക്കെതിരെ നിൽക്കുന്ന എത്ര വലിയ ശക്തിയായിരുന്നാലും അവരോട് ദൈവം ചോദിച്ചുകൊള്ളും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസിയെ ഇന്ന് പകൽ പെന്തക്കോസ്തിനെതിരെ ഏത് വലിയ ശക്തി എഴുന്നേറ്റാലും നീ തകർന്നു പോകണ്ട, നീ തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട, ഭയപ്പെട്ടു പോകണ്ട. തല ഉയർത്തി യേശു വേണ്ടി മാത്രം നിൽക്കണം. രക്തം ചെയ്യും. പൈസോ തല ഉയർത്തി യേശു വേണ്ടി നിൽക്കുന്നതാണ്. അല്ല, ഇത് പണത്തിന്റെ മാർഗമല്ല. ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസ് പണത്തിന്റെ മാർഗമായിരുന്നെങ്കിൽ ഞങ്ങൾ പെന്തക്കോസുകാരൊക്കെ എന്തെല്ലാം സമ്പാദിച്ചേനെ. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നവരെ എങ്കിലും ഞങ്ങൾ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതാണ് സന്തോഷം. ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതാണ് സമ്പത്ത്. ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ അഭിമാനം. ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതാണ് ഞങ്ങളുടെ നന്മകളെല്ലാം. യേശു ഈ ലോകത്തിൽ വന്ന് ഞങ്ങളുടെ പാപങ്ങളെ കഴുകി, ആ പാപങ്ങളെ കഴുകി വീണ്ടെടുപ്പിന്റെ ആ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം, ഞങ്ങൾക്ക് തന്ന നിത്യജീവന്റെ സന്തോഷം ഞങ്ങളുടെ ഉള്ളിലുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഞങ്ങളുടെ സമ്പത്തുള്ളതാണ്. ഈ ലോകത്തിന്റെ സമ്പത്തല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന്റെ ധനമല്ല. അതുകൊണ്ട് ആരെയും കൈക്കൂലി കൊടുത്തിനകത്ത് വാക്കേറ്റല്ല. നമ്മൾക്ക് ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് അവർക്ക് ജോലി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത് പെന്തക്കോസുകാരെ കൈക്കൂലി കൊടുത്ത് പെന്തക്കോസിലേക്ക് ആളെ മാറ്റുന്നത്. ഒരിക്കലും സംഭവിക്കില്ല. പെന്തക്കോസുകാർ അങ്ങനെ ആർക്കും പൈസ കൊടുക്കുന്നില്ല. ഞങ്ങളോടൊപ്പം വരുന്ന ആളുകൾ, ഞങ്ങളുടെ സഭയിലേക്ക് വരുന്ന ആളുകൾ അവർ ഞങ്ങൾക്ക് ദശാംശം സ്തോത്ര കാഴ്ചയൊക്കെ തന്ന് സഭയുടെ പിരിവൊക്കെ തന്ന് അവര് സഭയ്ക്ക് വേണ്ടി ചെയ്യണം. അല്ലെ, ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ല, അവരുടെ ഇങ്ങോട്ട് തരുന്നതാ പെന്തക്കോസ്. അല്ലേ? അതുകൊണ്ട് മാന്യമായിട്ടൊക്കെ സംസാരിച്ച് നിന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ വായി തുറന്നൊരു വാക്ക് സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കേണ്ടി വരും. രക്തം ചെയ്യും. പ്രൈസലോ. ഞങ്ങൾ ശക്തമായിട്ട് വിളിച്ചു പറയും. കാരണം ഞങ്ങൾക്ക് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ യേശുവിനെ ഭയപ്പെട്ടാൽ മതി, ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. കർത്താവിന്റെ വചനത്തെ ഞങ്ങൾ ഹല്ലേലൂയ അനുസരിക്കും. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾക്കെതിരായി ശത്രുക്കൾ എഴുന്നേറ്റ് നിങ്ങളെ ഹല്ലേലൂയ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയം വിഷാദിക്കരുത്. നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജനം എഴുന്നേൽക്കും, നിങ്ങൾക്കെതിരെ അധികാരം എഴുന്നേൽക്കും, നിങ്ങൾക്കെതിരെ ചില രാഷ്ട്രീയ മേലാളന്മാർ എഴുന്നേൽക്കും. അവർ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും അവരുടെ കൈബലം കൊണ്ടും അവരുടെ രാഷ്ട്രീയത്തിന്റെ കരുത്തുകൊണ്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. അത് കണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. അണയാൻ പോകുന്ന തീ ആളിക്കത്തെന്ന് പറഞ്ഞാൽ അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തെന്ന് പറയുന്നത് പോലെ അണയാൻ പോകുന്നതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ആളിക്കത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് ദൈവജനം ഭയന്നു പോകരുത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. യേശു ക്രിസ്തു നമുക്ക് ദൈവമായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ നിലയിലും യേശു നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ലോകപ്രകാരമായ മനുഷ്യൻ വിഷാദിക്കും.
ഹല്ലേലൂയ. ഈ ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവൻ നിരാശനായി മാറും. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ, ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചവൻ, നിത്യജീവനെ പ്രാപിച്ചവൻ, നിത്യജീവന്റെ അവകാശി, ആമീൻ, പെന്തക്കോസ്തിന്റെ അനുഭവം തിരിച്ചറിഞ്ഞവൻ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവൻ, ശുദ്ധീകരിക്കപ്പെട്ടവൻ, ആമീൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേർതിരിക്കപ്പെട്ടവൻ, ലോകത്തിന് വേർതിരിക്കപ്പെട്ടവൻ, ഇങ്ങനെയുള്ള വെല്ലുവിളികൾ മുമ്പിൽ പതറിപ്പോകത്തില്ല. ഹല്ലേലൂയ. അവർ തനിച്ചു മാർക്കുന്ന ജനമാകട്ടോ. പെന്തക്കോസ്തുകാരൻ പറഞ്ഞാൽ അവർ തനിച്ചു മാർക്കുന്ന ജനമാ, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നുമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ തകരരുത് കേട്ടോ, ലോകത്തിന് മുമ്പിൽ തളർന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുവിനെതിരെ എത്ര രാജാക്കന്മാർ, എത്ര ആളുകൾ, ഏതെല്ലാം ശാസ്ത്ര പരീശന്മാർ, മത നേതാക്കന്മാർ ആമീൻ യേശുക്രിസ്തുവിനെതിരെ എഴുന്നേറ്റു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് ശേഷവും അന്നത്തെ അപ്പോസ്തലന്മാർക്കെതിരെ, ആദിമ സഭയ്ക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ, കോലാഹലങ്ങൾ, ആരെണ്ണം തല ഉയർത്തി എന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിലും ആമീൻ ദുരുപദേശകന്മാരും ദുരുപദേശ ചിന്തകളും അല്ലെങ്കിൽ അന്ധകാര ശക്തികളും സാത്താന ശക്തികളും ആമീൻ ലോക മനുഷ്യരൊക്കെ എഴുന്നേറ്റ് ദൈവസഭയ്ക്കെതിരെ പോരാടാൻ വരുമ്പോൾ നീ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നിനക്ക് തരും, രക്തം ചെയ്യും. അപ്പൊ നമ്മളിതൊന്നും കണ്ട് ഭാരപ്പെട്ടു പോകണ്ട കേട്ടോ. ദൈവമക്കൾ വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ളവരാ, ദൈവമക്കൾ വീണ്ടെടുപ്പിൽ ജീവിക്കുന്നവരാ. അതുകൊണ്ട് ഈ ലോകം പറയുന്ന ഈ ഹല്ലേലൂയ ഈ വാക്ക് കേട്ട് നീ ഭയന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടുത്തെ മനുഷ്യർ രാഷ്ട്രീയ അധികാരങ്ങൾ ആഗ്രഹിക്കുന്നവരാ, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ട് മീഡിയയുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ എന്ത് പോഷത്വം വിളിച്ചു പറയും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മീഡിയ തന്നെ വെളിപ്പെടുന്നു. പോഷത്വം വിളിച്ചു പറയും. അവർ തിരുത്താൻ ശ്രമിച്ചാൽ ഇവർ അംഗീകരിക്കത്തില്ല. കാരണം അവരെന്തും മണ്ടത്തരം വിളിച്ചു പറയും. നമ്മളെ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നതാ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, ലോകമനുഷ്യർ ഒരുപക്ഷെ സാധിക്കും. എന്നാൽ കർത്താവിനെ ഹല്ലേലൂയ അഭയമായിരിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് അവനെ മുറുകെ പിടിക്കും. അപ്പം ലോകമനുഷ്യൻ വിഷാദിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവൻ ഒരിക്കലും നിരാശപ്പെട്ടു പോകാതെ ഹല്ലേലൂയ അവൻ കർത്താവിനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നിലവാരത്തിൽ നിന്ന് താഴ്ന്നു പോകാതെ അവൻ വിശ്വാസത്തിൽ നിൽക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അശ്ശൂർ രാജാവിനെ പോലെ, അവന്റെ സൈന്യത്തലവനായിരിക്കുന്ന റബ്ശാക്കയെ പോലെ ആമീൻ ചില എഴുന്നേറ്റ് രാജ്യത്തെ കീഴടക്കി വന്ന് ആമീൻ ഇസ്രായേൽ രാജാവിനെ തകർത്ത് ഇസ്രായേലിൽ പിടിച്ചെടുക്കുമെന്ന് ഹിസ്കിയാവ് കേട്ടപ്പോൾ തൻ മനം കലങ്ങിയെങ്കിലും യെശയ്യാ പ്രവാചകൻ ചെന്ന് ഹിസ്കിയാവിനെ ആശ്വസിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ ആമനൊരു ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ നീ ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ മതി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമല്ലെന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെ കൂട്ടത്തിലല്ല നമ്മൾ. അല്ലെങ്കിൽ ഈ കാണുന്ന ഭൂമണ്ഡലത്തെ മുഴുവൻ സൃഷ്ടിച്ച, നട്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച, അഖിലാണ്ടത്തിനുടയവൻ, സകലത്തെ ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയവൻ ഹല്ലേലൂയ, അത് കർത്താവ് തന്നെയാ. ഈ ലോകത്തിന് പ്രമാണം ഉണ്ടാകുന്നതിന് മുമ്പ് മോശയ്ക്ക് ഹല്ലേലൂയ പലകയിൽ കൽപ്പന കൊടുത്ത് യഹോവയായ ദൈവമാണ്. ഈ ലോകത്തിൽ കൽപ്പനയൊന്നുമില്ലായിരുന്നു, ഒരു പ്രമാണങ്ങളുമില്ലായിരുന്നു. ആദിമ കാലഘട്ടത്തിലെല്ലാം വാമൊഴിയായിട്ട് ദൈവം സംസാരിച്ചു. എന്നാൽ മോശയുടെ കാലമായി കഴിഞ്ഞപ്പോൾ ദൈവം വിളിച്ചു, മോശേ നീ 2 കൽപ്പലക ചിത്തിയെടുത്ത് പർവ്വതത്തിൽ കയറി വരിക. അങ്ങനെ മോശ 2 കൽപ്പലക എടുത്ത് പർവ്വതത്തിൽ കയറി ചെന്ന് പർവ്വതത്തിൽ കയറി ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ യഹോവയായ ദൈവം അവന് പ്രത്യക്ഷമായി. 40 ദിവസം മോശ എവിടെയിരുന്നു. അവിടെ നല്ല ദൈവം ഒരു പലകയിൽ എഴുതി കൊടുത്ത കൽപ്പനയിൽ എഴുതി കൊടുത്ത വിശുദ്ധ കൽപ്പന, അതവിടുത്തെ ആദ്യത്തെ പ്രമാണം കേട്ടോ. അതിന് മുമ്പൊരു പ്രമാണമില്ല. എന്നാൽ ചിലരൊക്കെ വാദിക്കും ഞങ്ങളുടെ പ്രമാണം യേശുക്രിസ്തുവിന് മുമ്പേ ഉള്ളതാ, ഞങ്ങളുടെ പ്രമാണം യഹോവയായ ദൈവത്തിന് മുമ്പേ ഉള്ളതാ. ഞങ്ങൾ തെളിവ് തരാൻ പറ്റുമോ? നിങ്ങളുടെ പ്രമാണം ക്രിസ്തുവിന് മുമ്പുള്ളതാണ്, നിങ്ങളുടെ പ്രമാണം യഹോവയായ ദൈവത്തിന് മുമ്പുള്ളതെന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ അതൊരു തെളിവ് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അല്ലേ? അതുകൊണ്ട് എന്നെ ഈ ലോകത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് മോശയ്ക്ക് ദൈവം കൊടുത്ത ആദ്യത്തെ കൽപ്പനമാണ്. അല്ലേ? അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം പ്രശ്നങ്ങളെ നേരിടുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചാലും മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവേ എന്നെ സഹായിക്കണമേ, എന്റെ സാഹചര്യത്തിൽ നിന്ന് എന്നിൽ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എന്നെ വിടിവിക്കണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നെങ്കിൽ കർത്താവ് തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി, നിങ്ങൾ കടന്നു പോകുന്ന വെല്ലുവിളികൾ ഒരുപക്ഷെ വിശ്വാസത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നീ ഹൃദയം കൊടുത്തതുകൊണ്ട്,
എന്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് എന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, മുമ്പ് നിന്ന സമുദായക്കാർ ഒക്കെ നിനക്ക് നേരെ പല ആക്ഷേപങ്ങളുമായി, പല നിന്ദകളുമായി വന്നേക്കാം. നിന്നെ കുടുംബത്തെ ഒറ്റപ്പെടുത്തിയേക്കാം, ജീവിതത്തെ ഒറ്റപ്പെടുത്തിയേക്കാം, സമൂഹം നിന്നെ മാറ്റി നിർത്തിയേക്കാം, നിന്നെ കൊള്ളരുതാത്ത വാക്കുകൾ പറഞ്ഞേക്കാം, നിന്നെ ഒരു അപവാദിയായിട്ട് നിന്നെ മെലടിയെ കണ്ടേക്കാം, നിന്റെ മേൽ ഒരുപാട് അപവാദങ്ങൾ കൊണ്ടുവന്ന് നിന്നെ നാറ്റിക്കാൻ ചിലർ ശ്രമിക്കും. എങ്കിലും നീ ഭയപ്പെട്ടു പോകണ്ട. മുട്ടിമിൽ നിന്ന് പ്രാർത്ഥിക്കുക, മുഴങ്കാലം മടക്കി നിന്ന് പ്രാർത്ഥിക്കുക. നിനക്ക് നേരെ അപവാദം പറഞ്ഞവരുടെ ദൈവത്തിന്റെ ന്യായയുടെ കരം വെളിപ്പെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണും, വ്യക്തം ചെയ്യും. അതുകൊണ്ട് ഈ അപവാദം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് കേട്ടോ. വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് നേരെ പിശാച് കൈക്ക് ശബ്ദം ഉയർത്തുമ്പോൾ വിശുദ്ധിയിലും വേർപാടും ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന നിത്യജീവന്റെ അവകാശിയായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കാത്തു നിൽക്കുന്ന ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വിരോധമായി പരിഹാസങ്ങൾ പറഞ്ഞ് അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കി കൈകൊട്ടി സന്തോഷം ചില ദുഷ്ട മനുഷ്യർ, ചില ദുഷ്ട സന്തതികൾ. ഹല്ലേലൂയ. അതൊന്നും നീ കണ്ട് ഭയപ്പെടേണ്ട കേട്ടോ. നമ്മുടെ യേശു രാജാതി രാജാവാ. ഇവിടെ എന്നെ കേൾക്കുന്ന മാതാവി, നിന്റെ ജീവിതത്തിൽ എത്ര പ്രശ്നം വന്നാലും, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ ഏത് പ്രതിസന്ധിയുടെ കടന്നുപോയാലും നീ ഭാരപ്പെടരുത്. നിന്നെ സംരക്ഷിക്കാൻ യേശു ഉണ്ടെന്ന് നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ അരികിൽ എത്തുന്നവനാ യേശു. ഹല്ലേലൂയ. യഹോവയെ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മെ കാണുന്നു, നമ്മുടെ ദൈവം നമ്മെ അറിയുന്നു, നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. നമുക്ക് വേണ്ടതെല്ലാം ആണെങ്കിൽ നമ്മുടെ ശത്രുവിനെ കാണുന്നു, നമുക്കെതിരെ കടന്നു വരുന്ന എല്ലാ പ്രഭാതങ്ങളെ കാണുന്നു. അതെ, ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഇതൊക്കെ ലോകജനത്തിന്റെ കയ്യിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ന്യായവിധി അയച്ചുകൊള്ളും. അല്ലെങ്കിൽ ആ ദൈവ ന്യായവിധി അയക്കുമ്പോൾ നിനക്കെതിരെ ആരെല്ലാം നിന്നോ, ഏതെല്ലാം ശക്തികൾ എഴുതിട്ടോ, അവന്റെ കുടുംബത്തെ മുഴുവൻ ദൈവം തൊടുവെന്ന. ഹല്ലേലൂയ. രക്തജയം. വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി നീ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ട്. നിനക്കെതിരെ വ്യാപരിക്കുന്ന, നിന്റെ ശുശ്രൂഷകരെ വ്യാപരിക്കുന്ന, നിന്റെ വിശ്വാസരെ വ്യാപരിക്കുന്ന, നിന്റെ ശരീരത്തോട് വാതുകെട്ടുന്ന, നിന്റെ കുടുംബത്തോട് വാതുകെട്ടുന്ന അവന്റെ തലമുറയ്ക്കെതിരെ പിശാച് തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇതൊന്നും കണ്ട് നീ ഭാരപ്പെടണ്ട. യേശുവിന്റെ രക്തത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാ. അപ്പൊ ഇവിടെ നാം ദൈവത്തോട് കേണപേക്ഷിക്കണം. കർത്താവ് തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എന്തുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു? യെശയ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക കാണാൻ കഴിയും. 26-ാം അധ്യായം 3-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. സ്ഥിരമാനസൻ നിന്റെ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വത ഉള്ളതിനാൽ യഹോവ എന്നേക്കും, അല്ലെങ്കിൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ഹല്ലേലൂയ ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്. നമുക്ക് സങ്കടം പറയാൻ ഒരു ദൈവമുണ്ട്. നമുക്ക് ദുഃഖങ്ങൾ പറയാൻ ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ശത്രു നമുക്കെതിരെ പ്രബലമായി എഴുന്നേൽക്കുമ്പോൾ, സാത്താൻ നിനക്കെതിരെ പ്രബലമായി എഴുന്നേൽക്കുമ്പോൾ, നിന്റെ കുടുംബത്തിന് തലയുയർത്തുമ്പോൾ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രവാചകൻ സ്ഥിരമാനസൻ നിന്നിൽ നീ സ്ഥിരമായ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കണം, ആശ്രയം വെച്ചിരിക്കണം എന്ന് പറഞ്ഞ ഈ വാക്യത്തിന്റെ ഇസ്രായേലിന്റെ ആരാധന സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവർ പാടി ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇവിടെയും കാണുന്നു. 3-ാം വാക്യത്തിൽ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആശ്രയം വെച്ചിരിക്കുന്നു എന്നത്. എന്നാൽ എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന്റെ അനുഭവമാണത്. എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്ന, മിസ്രൈമി അടിമ യുഗത്തിൽ കിടന്ന ഇരുമ്പ് ആമികളിൽ കിടന്നതുപോലെ കിടന്ന ഇസ്രായേലിനത്തെ യഹോവയായി ദൈവം തന്റെ ദാസന്മാരായിരിക്കുന്ന മോശയും അഹരോനെ അയച്ച് മിസ്രൈമിൽ അടിമകളായിരിക്കുന്ന ജനത്തെ വിടിപ്പിച്ചു കൊണ്ടുവന്ന് ചെങ്കടൽ കടന്നപ്പോൾ, അവർ ജീവിതത്തിൽ സ്വതന്ത്രമായി മാറിക്കഴിഞ്ഞപ്പോൾ, ജീവിതത്തിൽ മിസ്രൈമിയ ഭയം മാറിപ്പോയി കഴിഞ്ഞപ്പോൾ, ഫറോന്റെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവർ കരകൾ ചെങ്കടൽ കടന്ന് മറുകര എത്തിയപ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ദൈവത്തെ പാടി സ്തുതിക്കണം. അപ്പം ദൈവമാകുന്ന ശാശ്വത പാറമേലാണ് അവന്റെ സുരക്ഷിതത്വം. 4-ാം വാക്യം പറയുന്ന ശിയാവ് 26-4. അപ്പം ദൈവമാകുന്ന പാറയിലാണ് ദൈവജനത്തിന്റെ സുരക്ഷിതത്വം പറയുന്നത്. ദൈവമാകുന്ന പാറ, അല്ലെങ്കിൽ ശാശ്വതമായ പാറ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഉയർന്നിരിക്കുന്ന യഹോവയുടെ കൈ, വാക്യം 11, തന്റെ പ്രവർത്തന നിരതയെ കാണിക്കും. അതെ, നമ്മുടെ കർത്താവിന്റെ കൈ നമുക്ക് വേണ്ടി എപ്പോഴും ഉയർന്നിരിക്കുന്ന കൈയാണ്.
അല്ലേലൂയ. അതുകൊണ്ട് ജീവിതം തകരരുത്, ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകരുത്. ഈ ലോകത്തിന്റെ ശക്തികൾ അവർ ലോകത്തിന്റെ ശക്തികൾ അവർ പറയുന്ന വിഡ്ഢിത്തരങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കണ്ട കേട്ടോ. അല്ലേലൂയ, സ്തോത്രം. അറിവുണ്ട്, ജ്ഞാനമുണ്ട്, കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തികമുണ്ട്, പണമുണ്ട്, പാരമ്പര്യമുണ്ട്, കൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്, ആഡംബര വീടുകളുണ്ട്, ആഡംബര കാറുകളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും മുമ്പിലും പുറകിലും ഒക്കെ നിൽക്കുവാൻ വലിയ കൂട്ടം ജനമുണ്ടെങ്കിലും അല്ലേലൂയ സംസാരിക്കുന്നൊരു ബോധമില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? സംസാരിക്കുന്ന നിനക്ക് ബോധമില്ലെങ്കിൽ പിന്നെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? അല്ലേലൂയ. അതുകൊണ്ട് ദൈവജനം സുബോധമുള്ളവരായിരിക്കണം. ദൈവസഭയ്ക്ക് നേരെ, ദൈവമക്കൾക്ക് നേരെ സുബോധമില്ലാതെ പലരും വിളിച്ചു പറയും. അശ്ശൂർ രാജാവ് ഇസ്രായേലിന് നേരെ സുബോധമില്ലാതെ അവന്റെ സൈന്യത്തലവൻ റബ്ശാക്കെ അയച്ചവരെ ഹിസ്കിയാവിനെ ഭയപ്പെടുത്താൻ നോക്കിയപ്പോൾ പ്രവാചകൻ ഹിസ്കിയാവിനെ ആശ്വസിപ്പിക്കൽ സുബോധമില്ലാത്ത പലരും ഈ കാലഘട്ടത്തിലും ദൈവസഭയ്ക്ക് നേരെ എഴുതേക്കും, രക്തം ചെയ്യും. നമ്മളൊന്ന് കണ്ട് ഭാരപ്പെടേണ്ട പേര് യേശു നമ്മോട് കൂടെയാണ്. അല്ലേലിയ. അതുകൊണ്ട് അവർ പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു പണത്തിന്റെ മാർഗമല്ല, പെന്തക്കോസ് ധനത്തിന്റെ മാർഗമല്ല, പെന്തക്കോസ് അനുഭവമാണ്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കും, നിങ്ങൾ കർത്താവിനെ തീർച്ചയായും ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. നിങ്ങൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കുഴഞ്ഞു വീഴേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസ ജീവിതം നമ്മൾ ഉറപ്പോടെ നിന്നാൽ മതി. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വന്നു നിൽക്കുന്നിടത്തോളം കാലം കർത്താവിൽ ആനന്ദിക്കണം. അല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത് കാണാൻ കഴിയുന്നത്, വേദനിച്ചിരിക്കുന്ന ഹിസ്കിയാ രാജാവിന് അല്ലേലൂയ കർത്താവ് അരുളിച്ചതുപോലെ അവൻ അശ്ശൂർ രാജാവ് ഈ നഗരത്തിൽ പ്രവേശിക്കുകയില്ല, അല്ലെങ്കിൽ ഒരമ്പ് അവിടെ എയ്യുകയുമില്ല, അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയുമില്ല, അതിനെതിരെ അലുയ വാട കൂരുകയുമില്ല, അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. അങ്ങനെ തന്നെ സംഭവിച്ചു. നമ്മുടെ ദൈവം പറയാണ്, അശ്ശൂർ രാജാവ് നിനക്ക് നേരെ വരത്തില്ല, ഒരമ്പെറിയത്തില്ല, ഒന്നും ചെയ്യത്തില്ല, വന്ന വഴിക്ക് തന്നെ മടങ്ങി. അതിന്റെ വാക്യം നമ്മൾ പറയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം അല്ലേലൂയ, 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അല്ലേലൂയ, അതിന്റെ 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. അവൻ ഈ നഗരത്തിലേക്ക് വരത്തില്ലെന്ന് അല്ലേലൂയ, വരികയില്ല. അല്ലേലൂയ, സ്തോത്രം. ഈ നഗരത്തിലേക്ക് വരികയില്ല, അല്ലേലൂയ, വരികയില്ല. ഒരമ്പ് അവിടെ എയ്യുകയില്ല, അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയുമില്ല, അതിനെതിരെ വാട പോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് പ്രവേശിക്കത്തില്ല. അതെ, ദൈവസഭയ്ക്ക് നേരെ പ്രവർത്തിച്ചവൻ, ദൈവസഭയ്ക്ക് നേരെ അല്ലേലൂയ എതിരേറ്റവൻ, ദൈവസഭയ്ക്കെതിരെ കലാപം ഉണ്ടാക്കുന്നവൻ, ദൈവമക്കൾക്ക് നേരെ ഭീഷണി ഉയർത്തുന്നവൻ, ദൈവജനത്തെ ഇല്ലായ്മയിൽ ശ്രമിക്കുന്നവൻ, പെന്തക്കോസ്ത് എന്ന് പറയുന്ന അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ ഭയപ്പെടുത്തുന്ന ദുഷ്ടരായിരിക്കുന്ന അശ്ശൂർ രാജാവിനെ പോലെയുള്ള ഈ കാലത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ നാളുകളിൽ ദൈവത്തിന്റെ ന്യായയുടെ കരത്തിൽ വീഴാൻ പോവുകയാണ്. അല്ലേലൂയ. അവൻ നിനക്കെതിരെ എഴുന്നേറ്റ് വന്നെങ്കിൽ അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങി പോകുന്നു. നമ്മുടെ ദൈവം വലിയവനാ കേട്ടോ, നമ്മുടെ ദൈവം വലിയ, നമ്മുടെ ദൈവത്തെ ആശ്രയിച്ചാൽ മതി. അതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനം 8-ാം വാക്യം പറയുന്നത്, സ്തോത്രം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അപ്പം മനുഷ്യനിൽ ആശ്രയിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. മനുഷ്യൻ ആശ്രയിക്കുന്നവരെല്ലാം പരാജയപ്പെട്ടു പോകും, എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവനോ അവൻ ശക്തിയെ പുതുക്കും. അല്ലേലൂയ. അപ്പൊ 118 സംഗീതം 118 യഹോവയിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക. അപ്പൊ ഇവിടുത്തെ മനുഷ്യനും പ്രഭുക്കന്മാരും നമ്മൾ ആശ്രയിക്കണമേ. അല്ലേ? ഇവിടുത്തെ മനുഷ്യനും പ്രഭുക്കന്മാരും ഒക്കെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി അവർ എന്തൊക്കെയോ ചെയ്തു കൂട്ടി, എന്തൊക്കെയോ പൊങ്ങച്ചം പറഞ്ഞ് അങ്ങ് വൈറലാകാൻ ശ്രമിക്കും. ഈ കാലഘട്ടത്തിൽ വൈറലാകാൻ എന്തെങ്കിലും വിളിച്ചു പറയണമല്ലോ. അങ്ങനെയല്ല, പെന്തക്കോസുകാരും വൈറലാകാൻ വേണ്ടി ജീവിക്കുന്നവരല്ല കേട്ടോ. പെന്തക്കോസുകാർ വൈറലാകാനാണ് അവർക്ക് ദൈവം ഒരു ഉയർത്തിക്കോളും, വൈറലാക്കിക്കോളും. അതുകൊണ്ട് ഈ ലോകജാതികളൊന്നും, ലോകമനുഷ്യരും പെന്തക്കോസുകാരെ വൈറലാക്കണം. അവർ ദൈവത്തിന് താഴ്മയോടും കൂടി ജീവിക്കുന്നവരാണെന്ന്. അല്ലേലൂയ, രക്തം ചെയ്യും. ഇവിടെ ദൈവം വലിയവനാ കേട്ടോ. അല്ലേലൂയ, നമ്മുടെ ദൈവം വലിയവനാ. അല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തിലെ ശത്രു എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ തകരരുത്.
ദൈവനെതിരെ പിശാച് എഴുന്നേൽക്കുമ്പോൾ നീ തകർന്നു പോകരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ടേ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ എതിരുകളുണ്ട്. എന്തിനേറെ പറയുന്നു, ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ള ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനമായും വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു ദൈവമുണ്ടതെ. ദൈവമക്കൾ ഇവിടെ ഈ ലോകം നിന്ന് അല്ലെ അന്ന് ആ ദൈവമക്കൾക്ക് നേരെ എഴുന്നേൽക്കുന്ന ശത്രു അല്ലേ. ആദിമകാലത്ത് തന്നെ ചെറിയ പോരാട്ടങ്ങളുണ്ട്. അതിനെ അതിജീവിച്ച ഈ 6025 വർഷം നമ്മൾ പിന്നിട്ട് വന്നിരിക്കുന്നത് അല്ലേരി. അതുകൊണ്ട് ദൈവജനത്തിന് എപ്പോഴും നമ്മുടെ കർത്താവ് ആശ്രയമാണ്. സാത്താൻ എത്ര തലമുക്കിയാലും, സാത്താൻ എത്ര ശക്തമായി മാറിയാലും, അവൻ എത്ര പ്രബലനായി മാറിയാലും, അവൻ എന്തെല്ലാം താന്ത്രങ്ങൾ കാണിച്ചാലും അവൻ്റെ ആയുധം നീ പാർക്കുന്ന പട്ടണത്തിന്റെ ഭവനത്തിലേക്കത്തില്ല, രക്തം ചെയ്യും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. ഇവിടെ സ്തോത്രം ദൈവത്തിന് വചനം വായിക്കും കാണുന്നുണ്ടല്ലേ. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അല്ലേരിയ. 35-ാം വാക്യം, അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് ഹിസ്കിയാവ് ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുക അല്ലേരിയ. യെശയ്യാവ് പറഞ്ഞൊരു ആശ്വാസ വാക്കാണ്. യെശയ്യാവ് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, നിനക്ക് മറുപടി തരും. ദൈവം പറഞ്ഞു, നിന്റെ പട്ടണലാരും പ്രവേശം അമ്പോ അങ്ങോട്ട് കടക്കത്തില്ല, വാളോ കടക്കത്തില്ല, അവൻ വന്ന വഴിക്ക് മടങ്ങിപ്പോകും. അന്ന് രാത്രി അല്ലേ. ഒന്നുകൂടെ ആ വാക്യം എന്നോടൊപ്പം ചേർന്ന് വായിച്ചല്ലേ. 2 പുസ്തകം 19 അല്ലെങ്കിൽ 35 അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശ്ശൂർ രാജാവ് ആയ സൻഹേരിബ് പുറപ്പെട്ടും മടങ്ങിപ്പോയി അല്ലേ. കണ്ടോ, അപ്പം മടങ്ങിപ്പോ നമ്മുടെ ദൈവം പറഞ്ഞു അങ്ങനെ തന്നെയാ. അന്ന് രാത്രിയിൽ ഈ ദൈവജനത്തെ തകർക്കാൻ ശത്രു എഴുന്നേറ്റ ആ സമയത്ത് തന്നെ അവരെല്ലാം ഉറങ്ങി നേരം വെളുത്ത കണ്ണ് തെളിച്ച് നോക്കുന്നത് പട്ടണങ്ങൾ മുഴുവൻ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതാണ്. പട്ടണം മുഴുവൻ ശവം കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്നതാണ് അല്ലേ. എത്ര പേരാ? 1,85,000 പേരെ അല്ലേ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അല്ലേ. 1,85,000 മരിച്ചുപോയെന്ന. ഇപ്പൊ അശ്ശൂർ രാജാവ് ഭയപ്പെട്ടു, പുള്ളി മടങ്ങിപ്പോയി. അതെ, ദൈവജനത്തിന് നേരെ എഴുന്നേൽക്കുന്ന അശ്ശൂർ സൈന്യം. അതെ, നീ പ്രാർത്ഥിച്ചാൽ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് നേരെ, ദൈവമക്കൾക്ക് നേരെ എഴുന്നേൽക്കുന്ന അശ്ശൂർ സൈന്യത്തെ പോലെ, അശ്ശൂർ രാജാവിനെ പോലെയുള്ള രാഷ്ട്രീയ ശക്തികൾ നിനക്ക് നേരെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മുഴങ്ങാനും മുടക്കി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മൾ പൗലോസോട് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേരുകളും കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നുവെന്ന് എഫെസ്യർ 3:10 നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. അങ്ങനെ പറഞ്ഞിട്ട് സാമ്യലിയ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും സ്വർഗത്തിലും ഭൂമി സകല പേരുകളും കാരണമായി തീർന്ന പിതാവിന് നമ്മൾ ഒട്ടുകുത്തിയാൽ മതി. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിക്കോളും, ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ചോളും. ദൈവസഭയിൽ വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചികെട്ടുകളെയും ദൈവം തകർക്കും അല്ലേ. ഒന്നോർത്ത് നോക്കി, അന്ന് രാത്രി സ്തോത്രമല്ലേ ഒരു ദൂതൻ ഇറങ്ങിയ കഥ നമ്മൾ വായിച്ചത് അല്ലേ. അന്ന് രാത്രിയിൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ കണ്ട ഇത്രമാത്രം അല്ലരിയ ദൈവജനത്തെ തകർക്കാൻ എഴുന്നേറ്റ് വന്ന രാജാവിനെ മടക്കി അയക്കാൻ ലേരിയ. അവന്റെ കൺമുമ്പിൽ തന്നെ 1,85,000 സൈന്യങ്ങൾ മരിച്ചു കിടക്കുന്നത് കാണുവാൻ അന്നത്തെ ആ കാലത്ത് കഴിഞ്ഞ് ഈ കാലം പ്രാർത്ഥന മുന്നേറട്ടെ. ദൈവജനം ഉണരട്ടെ. ദൈവനെ ഒന്നിച്ച് മുഴങ്ങാവിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ദൈവനെ ഉപവസിക്ക്. രാത്രി യാമങ്ങൾ എഴുന്നേറ്റ് മൂട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം അല്ലേരിയ. മുഴക്കാലം അടങ്ങി പ്രാർത്ഥിക്കും. ദൈവജനത്തെ തകർപ്പാൻ എഴുന്നേൽക്കുന്ന ദുഷ്ട ശക്തികളെ, സാത്താന ശക്തികളെ ഈ നാളിൽ ദൈവം തൊടാൻ പോവുകയാണ് അല്ലേരിയ. അത് ദൈവമക്കൾ എപ്പോഴും വിജയത്തിന്റെ അനുഭവത്തില, തകർച്ചയുടെ അനുഭവത്തിലല്ല. അവിടെ നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കാം നമുക്ക് അല്ലേരിയ. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചല്ലോ, 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അല്ലേരിയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവനെ, ഒരേ നിമിഷത്തിൽ കർത്താവ് എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുന്നു. നമ്മുടെ കർത്താവ് ഒരേ സമയത്ത് എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുന്നു അല്ലേ. ദൈവം ഇല്ലെന്ന് പറയുന്ന മൂഢന്മാർ, ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവത്തെ ആദരിക്കാത്ത, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്ത, ദൈവസഭ വളരാൻ കഴിയാത്ത, ദൈവമക്കൾക്ക് സുവിശേഷം പറയാൻ കഴിയാത്ത അനവധി രാജ്യങ്ങളുണ്ട്.
കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഭൂകമ്പം തുടങ്ങിയ അനവധി പ്രതിസന്ധികൾ വിവിധ രാജ്യങ്ങൾ നിറവേറുമ്പോൾ സംഭവിക്കുന്നത് കാണുമ്പോൾ തോർത്തമാണ്. ഇതെല്ലാം ദൈവത്തിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ കാണും. ഇനിയെങ്കിലും എന്നെ കേൾക്കുന്ന പറയും രാഷ്ട്രീയക്കാരാ, എന്നെ കേൾക്കുന്ന പറയും മാലിയ മത മേലാളന്മാരോട്, എന്നെ കേൾക്കുന്ന ചില ദേശവാദ യുക്തിവാദികളോട്, എന്നെ കേൾക്കുന്ന ചില ദൈവമില്ല എന്ന് പറയുന്ന ചില മൂഢന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടാൽ നിനക്ക് നിത്യതയിൽ നിന്റെ ജീവിതം ഉറപ്പിക്കാം. നിത്യതയിൽ നീ കാണും, അല്ലെ നിത്യതയിൽ പോലും നീ കാണത്തില്ല, നീ നരകത്തിൽ ചെന്ന് കിടക്കും. അല്ലേ ദൈവമായിട്ട് കൂട്ടായ്മയൊന്നുമില്ല, ലോകത്തിൽ കൂട്ടായ്മ നടത്തി ഇവിടുത്തെ കള്ളും വെള്ളം കുടിച്ച് ഇവിടുത്തെ ജനമായി നടന്ന അധികാരം കൈയെടുക്കാൻ വേണ്ടി എന്തും തല്ലിപ്പൊളിച്ച് ജലത്തിന് അല്ലെങ്കിൽ നാശമായി നടത്തി രക്തച്ചൊരിച്ച് നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന എന്നെ കേൾക്കുന്ന സർവ്വതാവി നിന്റെ ന്യായവിധി നാളെടുത്തു. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ മക്കളെ കുറിച്ച് വെല്ലുവിളിക്കുന്നവൻ വിജയിച്ചത് തന്നെയില്ല. ദൈവത്തിന്റെ മക്കളെ കുറിച്ച് വെല്ലുവിളിക്കുന്നവരാരും ഇതുവരെ വിജയിച്ചിട്ടില്ല. ദൈവമക്കളെ വെല്ലുവിളിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ അവരാരും ഇതുവരെ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 91 സംഗീതത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 9 വാക്കുകൾ ഇങ്ങനെ പറയും, അല്ലേലൂയ, യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസനമാക്കിയിരിക്കുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധി നിന്റെ കൂടാരത്തിനെടുക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവദാസദാസന്മാരെ, അല്ലെങ്കിൽ നിന്റെ കൂടാരം ഒരു അനർത്ഥവും ഭവിക്കുകയില്ല, ഒരു ബാധി നിന്റെ കൂടാരത്തിന് അടുക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന്റെ നിർഭയത്വമാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ വീടിന്റെ സ്തോത്രം ഉറപ്പല്ല, ദൈവത്തിന്റെ ഉറപ്പാണ്. നമ്മുടെ ഭദ്രത. നമ്മുടെ വീടിന്റെ ഉറപ്പോ, നമ്മുടെ പണത്തിന്റെ ഉറപ്പോ, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഉറപ്പോ, നമ്മുടെ സംഘടന ഉറപ്പോ ഒന്നും അല്ല ഉറപ്പ്. ദൈവത്തിന് ഉറപ്പാണ് നമ്മുടെ ഭദ്രത. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ഭദ്രതയില് ദൈവത്തിന്റെ ഉറപ്പിനാണ് നിൽക്കുന്നെങ്കിൽ, നാം ദൈവത്തിന്റെ കരങ്ങളിലാണ് നിൽക്കുന്നെങ്കിൽ, നിന്നെ തകർക്കുവാൻ ഈ ഉലകത്തിലൊരു ശക്തിക്ക് കഴിയത്തില്ല. വഞ്ചനം കുത്തുന്നത് പോലെ പലരും മാറി നിന്ന് പല കോഷ്ടികളും കാണിക്കും. അതുകൊണ്ട് ദൈവജനം പതറിപ്പോണ്ട പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. അത് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്, ആർക്ക് വിരോധമായിട്ടാണ് നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്. അത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സഭയ്ക്കെതിരെ എഴുന്നേറ്റവരോട് ഈ കാലഘട്ടം ദൈവാത്മാവ് ചോദിക്കുന്ന, ആരെയാകുന്നു നീ നിന്ദിച്ചത്? അല്ലേല് ആരെയാകുന്നു നിന്ദിച്ചത്, ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉയർത്തുകയും ചെയ്യുന്നത്? അശൂർ രാജാവേ, നീ ആർക്കെതിരെയാ നിന്ദിച്ച് ദൂഷിച്ചത്? നീ ആർക്ക് വിരോധമായിട്ട് ഒച്ചപൊക്കെ തല ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ ദൈവത്തിന് നേരെയല്ലേ? അത് ഇസ്രായേൽ ദൈവത്തിന് നേരെ ആയതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ദൈവം മറുപടി കൊടുത്തതുപോലെ, ന്യായവിധി അയച്ചതുപോലെ ഈ കാലഘട്ടം ദൈവത്തിനും വിരോധമായി ഒച്ച ഉയർത്തി തല ഉയർത്തി അവരെ തലപ്രസംഗിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ ദൈവം തൊട്ടോളും. അല്ലേ ഏരിയ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുക. സങ്കടത്തിൽ ദുഃഖത്തിന് കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ, വേദനയുടെ നൊമ്പരത്തിന്റെ ഇടയിൽ ആരെങ്കിലും ഭയപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കടന്നു പോകുന്ന ഇന്നവർ യേശുവിൽ ആശ്രയിച്ചു. യേശു നിനക്ക് സങ്കേതമാണ്. നിന്റെ ഭവനത്തിന് ഉറപ്പല്ല, പണത്തിന് ഉറപ്പല്ല കേട്ടോ, ദൈവത്തിന്റെ ഭദ്രതയാണ് നിന്റെ ഉറപ്പ്. കണ്ണുകളടച്ചാട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതത്തോട് ദൈവാത്മാവ് പറയുന്നത്, കണ്ണുകളടക്കി ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. പരിശുദ്ധ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത രാജ്യങ്ങളുള്ള 100 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്ന വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജകുമാർ, പ്രധാനമന്ത്രി, ഗവർണർമാർ, പട്ടാള ഗോത്ര വിഭാഗങ്ങൾ ഭരിക്കുന്നവരെ, ട്രൈബൽ മേഖലയായിരിക്കുന്ന ജനത്തെയും അധികാരികളെയും ഈ നാളുകളിൽ പരിജ്ഞാനമില്ലാതെ ദൈവസഭയ്ക്കെതിരെ പോഷത്വം വിളിച്ചു പറയുന്ന രാഷ്ട്രീയ മേലാളന്മാർ, മേലാളന്മാരെ അധികാരവും സ്ഥാനമാനങ്ങളും പാർട്ടിയും പണവും സമ്പത്തും ആഡംബര ജീവിതവും ആഡംബര കാറുകളും ചുറ്റിനും നിൽക്കാൻ ഗുണ്ടകൾ ഇഷ്ടം പോലെ പെരുകി കഴിഞ്ഞപ്പോൾ ദൈവത്തെ വെല്ലുവിളിക്കുന്ന കൂട്ടശക്തികളുടെ കർത്താവ് ദിവസങ്ങൾ സന്ദർശിക്കുന്നതായി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കരസേന വ്യോമസേന ആവശ്യധികാരികൾ അതിർത്തികൾ കാക്കുന്നവർക്ക് കരസേന കർത്താവ് സ്വന്തം രഹസ്യാംശമാവട്ടായി എല്ലാവരെയും പ്രാർത്ഥിക്കേണ്ട ക്രമസമാധാന ബാലകരെ നിയമനിർമ്മാണങ്ങളിൽ നിൽക്കുന്നവരെ സകലമേലും പുതുമേൽ ആരോഗ്യമേ വിദ്യ സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന വിവിധ മേഖലയിലായിരിക്കും ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവി സാമാന്യമേൽ ജോലി ചെയ്യുന്നവർ
കർത്താവ് ദേശത്തും വിദേശത്തും കടന്നു കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന ദൈവദാസി ദാസന്മാർ, അല്ലെങ്കിൽ വിദേശത്തും മറ്റും ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, കർത്താവ് എല്ലാ ജനത്തെ ഓർത്ത് കരയിൽ കടലും ആകാശമാർ വാങ്ങി യാത്രകൾ വാങ്ങുന്ന സെയിൽസ് ചെയ്യുന്നവർ, കടൽവാസികളെ മനുഷ്യരിൽ ആൾക്കാർ കടന്നു പോയിരിക്കുന്നവർ, ഹല്ലേലൂയ, ആമേ ക്ഷീരമേലും കാർഷിക മേഖലയിലും ചെറുതുമാരും എല്ലാ വ്യാപാരി വഴിയോര കച്ചവടക്കാരെയും ആമയായിരിക്കുന്ന ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമെ കർത്താവ് എല്ലാ ജനത്തെ വലിയ പാടത്തും പറമ്പിൽ കോറിയിൽ കല്ലോടും മണ്ണോടും തടിയോടും മല്ലിടുന്ന ഏർപ്പ് ആമയെ രക്തമാക്കി ഉപജീവനം നടത്തുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യം കൊണ്ട് മയക്കുലേഹിക്കൊണ്ട് തലമുറയെ നശിപ്പിക്കുന്ന കുടുംബത്തെ കുടുംബജീവൻ നടത്തുന്ന വ്യാപാരികളെ, അതുപോലെ കർത്താവ് ആമയും ലഹരിയും മാലിന്യങ്ങളെയും ദൈവം സന്ദർശിക്കണമേ. തലമുറയെല്ലാം സൂക്ഷിക്കണം. അല്ലെങ്കിൽ പാപത്തിൽ വീണുപോകാതെ, ശാപത്തിൽ വീണുപോകാതെ, സാത്താൻ അടിമയായി മാറാതെ ഈ ജനക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്ദകളുണ്ട്, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, പ്രതികൂലം എന്ത് വന്നാലും ദൈവജന ഉറപ്പോടുകൂടി നിൽപ്പാൻ ഭവനത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വളരുമ്പോൾ നടുവിലെ വിശ്വാസത്തെ ഉറച്ചു നിന്ന് കർത്താവിന് വേണ്ടി പൊരുത്തുവാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിൽ ബാല്യ കൗമാരി യൗവനത്തിനും മാർക്കിന്റെ അനുഭവത്തിൽ വശന യാചകർ ഓർഫനെ ചോടൽ വീഴ്ത്താൻ കിടക്കുന്നവരായി ഇതുമായി മാരക രോഗത്താൽ കടന്നു സർജറിക്ക് വിധേയപ്പെട്ടവർ, ഐശ്വര്യപ്പെട്ട് കിടക്കുന്നവർ, വിവാഹിയുടെ മോചിത കിടക്കുന്നവർ, വിവാഹത്തിന്റെ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് ആഗ്രഹിക്കുന്നവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭൂമിയില്ലാതെ ഭൂമിക്ക് ആഗ്രഹി കടക്കണികൾ ഭാരം ബിസിനസ് തകർന്നവർ, വിവിധ മേഖല മാറ്റത്തിന്റെ വക്രിക്കുന്ന അനേക കുടുംബങ്ങളെ എന്ന് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യവും മയക്കൊരു ലഹരിയും താഴ്മതി അശുദ്ധി വ്യഭിചാരം പരസ്യങ്ങൾ വിക്കിരാതാതെയും ദേശത്ത് വളർന്ന് പന്തലിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവമക്കൾ ഉണർന്നെന്ന് പ്രാർത്ഥിക്കുവാൻ അല്ലേലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അശ്വർ രാജാവും അവന്റെ സൈന്യത്തലവനായ റബ്ശാഖയും ദൈവജനത്തിനും ദൈവനാമത്തിൽ ഇസ്രായേൽ രാജാവിന്റെ എഴുന്നേറ്റപ്പോൾ ദൈവം ഇസ്രായേൽ രാജാവ് ഹിസ്കിയാവിന് അനുകൂലമായി പ്രവർത്തിച്ചതുപോലെ ഈ നാളിൽ ദൈവജനത്തിലെ സാത്താനിശ്യത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവമക്കൾ മുടങ്ങാലും മടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം ദൈവജനത്തിൽ എഴുന്നേൽക്കുക തിരിച്ചറിവ് ദൈവമക്കൾക്കുണ്ടായി അവരിലേക്ക് മടങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ജീവിതത്തിൽ ഒരു മേഖല തകർന്നു പോകാതെ വിശ്വാസത്തിന്റെ തീക്ഷണ ഉറച്ചിൽ മാത്രം കൊടുക്കണമേ. സകലത്തിന്മേലും ദൈവം വെളിപ്പെടുത്തിയാട്ട് സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.